കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മാഭാസതാം പുറത്തോമാഭാസതാം ഹൃദിമേ സദാ. ശ്രീമദ് ഭാഗവതം. ഭകാരോ ഭക്തിവർദ്ധക, ഗകാരോ ഗർവനാശക, വകാരോ വിനയവർദ്ധക, തകാരോ തത്വനിശ്ചയ. അങ്ങനെ ഒരു തത്വനിശ്ചയത്തിലേക്ക് എത്തേണ്ടതാണ് ശ്രീമദ് ഭാഗവതം എന്നർത്ഥം. അങ്ങനെ തത്വനിശ്ചയത്തിലേക്ക് എത്തേണ്ടതായ ഒന്നിനെ ശ്രീമത്ത് ആയിട്ടിരിക്കുന്നതായ ഒന്നുണ്ടെങ്കിൽ ശ്രീമദ് ഭാഗവതം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള പുരാണങ്ങൾ മുഴുവനും ശിവപുരാണം, ദേവി ഭാഗവതം എന്നൊക്കെ പറയും, ഗർഗപുരാണം എന്ന് പറയും. അങ്ങനെ പുരാ ഇവ നവം. എങ്ങനെയാണോ തലമുറകൾക്ക് മുമ്പ് വായുമൊഴിയുടെ വന്നിട്ട് പിന്നീട് എഴുതപ്പെട്ടതായ പുരാണങ്ങൾ, അപ്പോൾ പണ്ട് നടന്നതായ കഥാപാത്രങ്ങളെല്ലാം നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെയാണ് കൃഷ്ണനും ശിവനും വിഷ്ണുവും ഗണപതിയും നന്ദികേശ്വരനും ഭദ്രകാളിയും രാവണനും കുംഭകർണനും ഒക്കെ. അപ്പോൾ ഏതൊക്കെ കഥാപാത്രങ്ങൾ ലോകത്തുണ്ടോ ആ കഥാപാത്രങ്ങളെ സ്വീകരിക്കേണ്ടത് നമ്മളുടെ മനസ്സിനനുസരിച്ചാണ്. മനസ്സ് എന്ന് പറയാൻ പാടില്ല, ബോധമാണ്, ബോധസ്വരൂപമാണ് ഈശ്വരൻ. നമുക്കറിയാം, അഹമെന്നൊരു ഭാവം തീർത്തകലാനീ മന്ത്രം, അകതാലിൽ സമഭാവം നിറയാനീ മന്ത്രം. കൊച്ചിലെ മുതൽ 7ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് തെക്കേക്കരയിലെ അനുചേതൻ വിഷ്ണുമൂതിരി, അതുപോലെ സ്നേഹത്തോട് വിളിക്കുന്ന ശശി, പിന്നീട് ഉള്ളതായ ധാരാളം ആൾക്കാരായിട്ട് ഭജന പാടാൻ തുടങ്ങുന്ന, നാമജപം പാടാൻ തുടങ്ങുന്നത്. നാമജപം പാടാൻ തുടങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടത് അഹമെന്നൊരു ഭാവം തീർത്ത് അകലാനീ മന്ത്രം, അഹമെന്നൊരു ഭാവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് സങ്കടകരമായ രീതിയിൽ നമുക്കറിയാം, നമുക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നർത്ഥം ഇവരിൽ നിന്നൊക്കെ. അപ്പോൾ സമ്പത്ത് എന്ന് വന്നത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. സമ്പത്ത്, സാമ്പത്തികം തീരെ ഇല്ലെങ്കിലും ഉറക്കമില്ല, സാമ്പത്തികം അങ്ങേയറ്റായാലും ഉറക്കം വരില്ല. അപ്പോൾ സൂക്ഷിക്കേണ്ടത് ഏത് ആത്മീയ ഫീൽഡിലുള്ള ആരായാലും പണം വന്നു കൂടി തുടങ്ങിയാൽ അതിൻ്റെ അനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ദാനം ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഒരാൾ തിരുമേനി സാധനങ്ങളെല്ലാം കൊണ്ടൊന്ന് പൂജ കഴിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയാവും എന്ന് ചോദിച്ചാൽ 5000 രൂപയാവും. അവർ പൂജ കഴിപ്പിച്ചു. പിന്നീട് അടുത്ത തവണ നോക്കിയപ്പോൾ അവർ നല്ല പൈസക്കാരാണ്, ഇഷ്ടം പോലെ പൈസയുള്ള ടീമാണ്, അവർക്ക് പൈസയ്ക്കൊരു കുറവില്ല. 10000 രൂപയാവെന്ന് പറഞ്ഞാൽ അവർ തരാൻ തയ്യാറാണ്. കാരണം അവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും മാറണം എന്നർത്ഥം. അപ്പോൾ അവർ തരാൻ തയ്യാറാണ്. അപ്പോൾ അവരെ എന്തുകൊണ്ട് അവരുടെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും മുതലെടുക്കുമ്പോഴാണ് അവിടെ ഞാൻ എന്ന തന്ത്രി പരാജയപ്പെടുന്നത്. ഇന്നുവരെ 17 വർഷം സർവീസിൽ ഇന്നുവരെ ഒരു ക്ഷേത്രങ്ങളിലോ ഒരു തന്ത്രത്തിനോ ഇന്നുവരെ കണക്ക് പറഞ്ഞിട്ടില്ല. കാരണം കണക്ക് പറയേണ്ട ആവശ്യം വരാറില്ല. അപ്പോൾ എവിടെയാണോ കണക്ക് പറഞ്ഞു വരുമ്പോൾ, എവിടെയാണോ മറ്റുള്ളവരെ സൈക്കോളജിക്കലായിട്ട് ആകർഷിച്ചുകൊണ്ട് എന്താ പറയുന്നത്, എന്താ അതിന് പറയുന്നതെന്ന് വെച്ചാൽ പടക്കങ്ങൾ കാണിക്കുക എന്ന് പറയും വെൺമണി കൃഷ്ണേട്ടനൊക്കെ. അപ്പോൾ ഈ പടക്കങ്ങൾ കാണിച്ചുകൊണ്ട് ജനങ്ങളെ ആകർഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ബാൻ ചെയ്യുന്നു പലരും. എൻ്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾക്ക് നല്ലോണം പാടാൻ കഴിവുണ്ടല്ലോ, നിങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിവുണ്ടല്ലോ, നിങ്ങൾ വേറൊരു വഴിക്ക് പോകല്ലേട്ടോ. നിങ്ങൾക്ക് ഒരു ദുശ്ശീലവും ഇല്ലാത്ത പാർട്ടീസാണ്. നിങ്ങളൊക്കെ വലിയ 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 വിദ്യാഭ്യാസമുള്ളവരാണ്, വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ ജോലിയുള്ളവരാണ്. എൻ്റെ പൊന്നനിയന്മാരെ, ഇവരൊക്കെ നമുക്കറിയാവുന്നവരാണ്. എല്ലാവരെയും പൊന്നനിയന്മാരെ വേറൊരു വഴിക്ക് പോകരുതിട്ടുള്ളൂ. എല്ലാ തിരുമേനി വിനയവും സ്നേഹവും വർദ്ധിക്കുന്നു പറഞ്ഞായ പലരും തൻ്റെ അഹംഭാവം കൊണ്ട് വേണമെങ്കിൽ മാത്രം ഞങ്ങളുടെ മുന്നിൽ വന്നിരുന്നാൽ മതി എന്ന് പറയുന്നതായ ഒരു അഹമെന്നൊരു ഭാവത്തെ തീർത്ത് ഭഗവാൻ തന്നെ അവരെ പഴയ രീതിയിലേക്ക് കൊണ്ട്, ഞാനും അവരുടെയൊക്കെ ഭജനകൾ നാമജപവും ആസ്വദിക്കുന്നതാണ്. എനിക്ക് അവരുടെ ഭജനയും ഇഷ്ടമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങളോടുകൂടി തന്നെ നമുക്ക് വളരെ ദുഃഖകരമായ രീതിയിൽ പ്രസാദ് വർമ്മജിയെ പറ്റി പറയുകയാണെങ്കിൽ, ആദ്യം മൈക്ക് സെറ്റുകാരൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തെ നമസ്കരിച്ച്, ആത്രശ്ശേരി രാമചന്ദ്രനൊക്കെ അടക്കം ഓരോ മൺതരിയെയും ഓരോ കുട്ടികളെയും നമസ്കരിച്ചിട്ടാണ് ഇത്രയും പ്രായമായ അദ്ദേഹം പോലും കേരളത്തിൻ്റെ ഭജനമണ്ഡലിലെ മാനസ ജപലഹരിയോടെ ലോകത്തിന് മുഴുവനും എത്തിച്ചതായ അദ്ദേഹം ഒരിടത്തും ഒരു തളർച്ചയുമില്ലാതെ മുന്നോട്ട് പോയ അദ്ദേഹത്തിൻ്റെയൊക്കെ പാരമ്പര്യം കണ്ടുവളർന്ന കുട്ടികൾ കൃത്യമായ രീതിയിൽ തന്നെ കണക്ക് പറഞ്ഞു തുടങ്ങി. വേണമെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ വന്നിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നതായ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ധാരാളം ഭജന സംഘങ്ങളുണ്ട്. അവരൊക്കെ നീറ്റായിട്ട് പെരുമാറുന്നു. വിദ്യാഭ്യാസവും ജോലിയും ഉള്ളവരിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ നിന്ന് ഒരു കണ്ണിൽ നിന്ന് ഒരുട്ടി കണ്ണുനീര് വരുന്നത് കലിയുടെ പ്രത്യേകതയായിരിക്കാം. ഇനിയെങ്കിലും അഹമെന്നൊരു ഭാവം തീർത്തുകൊണ്ട് ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ
നാമജപത്തിൻ്റെ ശക്തി അത് തന്നെയാണ്. ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനുള്ളതായ, ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കിട്ടുന്നതിൻ്റെ ഒരംശം പ്രശാന്ത് വർമാജിയെ പോലെ അനാഥാലയങ്ങൾക്കും ഇല്ലാത്തവർക്ക് ഡ്രസ്സ് കൊടുക്കാനും, ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കാനും, മരുന്നില്ലാത്തവർക്ക് മരുന്ന് കൊടുക്കാനും എത്തിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ഒരു ഭജന സംഘം വിജയിക്കുള്ളൂ. അല്ലാതെയുള്ളതായ വളർച്ച മുഴുവനും നമുക്കറിയാം. ഞാൻ കലയുടെ ഗ്രാമത്തിലാണ് നടക്കുന്നത്. അവിടുത്തെ ഇന്നലെ ആചാര്യന്മാരെല്ലാവരും പറഞ്ഞു ഇതൊരു ഓളമാണ്, ഇതൊരു ട്രെൻഡാണ്, അത് തീർന്നാൽ തീർന്നു. അങ്ങനെ തീരാതിരിക്കട്ടെ, വീണ്ടും അവരെ പഴയ രീതിയിലേക്ക് തിരിച്ചു തരട്ടെ. ഞാനത് പേര് പറയാൻ പാടില്ല, ഒരു തന്ത്രി ആയതുകൊണ്ട്. ആ ഭജനസംഘം ഇനിയും ജനങ്ങളുടെ ഹൃദയം കീഴടക്കാനായിക്കൊണ്ട് അവരുടെ അഹമെന്നൊരു ഭാവം തീർത്തു പോലും വളരെ മോശമായ രീതിയിലുള്ളതായ അവരുടെ വാക്കുകൾ കേൾക്കേണ്ടി വന്നു സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ. അപ്പോൾ പണം എന്നുള്ളത് മനുഷ്യനെ ദുഷിപ്പിക്കുന്ന 100% പ്രത്യക്ഷമാക്കിയതായ ആ ഭജന സംഘത്തിൻ്റെ കുട്ടികൾ വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പണം എന്നുള്ളത് ഉറക്കം കെടുത്തണം. പണം വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് അതിന് കൂടുതൽ ആർത്തി ഉണ്ടാവും. ആർത്താനാം ആർത്തിഹന്താരം ഭീതാനാം ഭീതനാശം ദിശതാം കാലദണ്ഡം ശ്രീ രാമചന്ദ്രൻ നമാമ്യഹം. മലയാളത്തിലേക്ക് എടുത്താൽ പോലും സിയാപതി രാമചന്ദ്രയ്ക്ക് ജയിന്ന് ഉറക്ക വിളിക്കുന്ന സംഘവും അത് അവരും പാടാറുണ്ട്. അപ്പോൾ എല്ലാവരെയും ആർത്താനാം ആർത്തി ഹന്താരം, ആർത്തി ദുഃഖ ദുരിതങ്ങൾ മുഴുവൻ മാറുന്നു. മലയാളത്തിലേക്ക് ആർത്തി മാറ്റി കൊടുക്കട്ടെ അവരുടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഹമെന്നൊരു ഭാവം തീർത്ത് അകലാനീ മന്ത്രം സമഭാവം അകതാരിൽ സമഭാവം നിറയാനീ മന്ത്രം എന്ന നാരായണ മന്ത്രം അവർക്ക് പൈസ മേടിക്കാതെ സ്വന്തം ആവശ്യത്തിനല്ലാതെ ലോക നന്മയ്ക്ക് വേണ്ടി 10 നാമങ്ങളും ജപിക്കാൻ സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ ഇവിടെ നടക്കുന്നതായ തിരുവരാനക്കാലത്ത് അടുക്കുന്നതായ മുരുകക്ഷേത്രത്തിൽ നടക്കുന്നതായ ശ്രീമദ് ഭാഗവത സപ്താഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രുക്മിണി സ്വയംവരമാണ്. നാളെ ഏകാദശം, മറ്റന്നാൾ സമർപ്പിക്കുമ്പോൾ ഏകാദശത്തിലേക്ക് പോകുമ്പോൾ കഥയില്ലാതെ തത്വങ്ങളിലൂടെ പറയുമ്പോൾ ഏകാദശത്തിൽ ദശസ്കന്ധം സമാപിക്കുമ്പോൾ നമുക്കറിയാം സഗുണ രീതിയിലുള്ള ഭഗവാന്റെ രൂപങ്ങൾ അവിടെ സമർപ്പിച്ചതിന് ശേഷം ഏകാദശത്തിൽ ദശസ്കന്ധം സമർപ്പിക്കുമ്പോൾ ഇതെല്ലാം മറന്നേക്കുക, ധാരാളം നാമം ജപിക്കുക. നമുക്കെന്തുകൊണ്ട് ക്ഷേത്രത്തിൽ വന്നിരുന്ന് നാമം ജപിച്ചുകൂടാ? മൈക്കില്ലെങ്കിൽ പറ്റില്ലേ? അങ്ങനെ ഉണർന്നതായ പുതിയ തലമുറകൾ ഉണ്ടാകട്ടെ, പുതിയ ഭജന സംഘങ്ങൾ ഉണ്ടാകട്ടെ. അഹമെന്നൊരു ഭാവവും അതുപോലെ തന്നെ പൈസയ്ക്ക് ആർത്തിയും വന്നതായ എല്ലാവരെയും ഭഗവാൻ തന്നെ പതുക്കെ ഒഴിവാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ അല്ല ലോകം അറിയപ്പെടേണ്ടത്, സോഷ്യൽ മേഖലയിലല്ല ആത്മീയത വളരേണ്ടത്, ഓരോ ജനഹൃദയങ്ങളിലേക്കാണ്. സോഷ്യൽ മീഡിയയുടെ സൈക്കോളജിക്കലായിട്ട് ആൾക്കാരുടെ മാനസികാവസ്ഥ മുതലെടുത്ത് എനിക്ക് രോഗങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഭജന സംഘത്തിന് കുറച്ച് നേരം സമാധാനങ്ങൾ, ആ സമാധാനത്തെ ദയവായി മുതലെടുക്കാതിരിക്കട്ടെ, ദയവായി ഇനിയുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ജഗദീശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ ഭജന മണ്ഡലി, സമസ്ത ഭജന മണ്ഡലിക്ക് ജയിന്ന് പ്രശാന്ത് വർമാജി പറയാവുന്ന പോലെ എല്ലാ ഭജന മണ്ഡലിയും ഒരുപോലെ കാണാൻ സാധിക്കട്ടെ. സമസ്ത ഭജന മണ്ഡലിക്ക് ജയ്.